എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും എനിക്ക് റിലാക്സൊക്കെ കിട്ടുന്നത് ഞാൻ ഈ പാടിയിൽ വരുമ്പോഴാണ് കേട്ടോ. ഈ പ്രാവശ്യം ഒരു അല്പം പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ പച്ചക്കറി കൃഷിയൊക്കെ ഒന്ന് കാണാം. ഇത് വള്ളിപ്പയറാണ്. ഇതിന് നമ്മൾ പന്തലിട്ടില്ല, ഇതിനും നമ്മൾ കമ്പൊക്കെ കുത്തി കൊടുത്തിരിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ പന്തലൊക്കെ ഇട്ടാണ് കൊടുക്കാറുള്ളത്. ഈ പ്രാവശ്യം ടൈം വളരെ കുറച്ചായിപ്പോയി. അതുകൊണ്ട് ഒരേ കോല് കുത്തിയിട്ട് കമ്പ് വെച്ച് കെട്ടു ചെയ്ത് ചെറിയൊരു പന്തൽ. എല്ലാ വർഷവും പച്ചക്കറി വിൽക്കാനായിട്ട് കിട്ടുന്നതാണ്. ഇപ്രാവശ്യം അത് പ്രതീക്ഷിക്കേണ്ട, വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളേ. നമ്മൾ ഈ കൃഷിഭവനിൽ നിന്നാണ് ഈ വിത്ത് വാങ്ങിയത്. ലോല ഇനത്തിൽപ്പെട്ട പയർ വിത്താണത്. നല്ല വിളവ് തരുന്നതാണ്. പിന്നെ പാവലിൻ്റെ വിത്ത് എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ പഴയ പാവലാണ്, ആ മുള്ളുള്ള പാവയ്ക്ക. പക്ഷേ ഇപ്പോൾ നമുക്ക് വിപണി കിട്ടുന്നത് ആ മുള്ളുള്ളതല്ല കേട്ടോ. ഈ വര പോലെ ഒരു മുള്ള് പോലെ തോന്നിക്കും. പക്ഷേ ഇതല്ല, പഴയ നമ്മുടെ നല്ല ടേസ്റ്റുള്ള പാവയ്ക്കാണിത്. പാവൽ പയ്യെ പൂവിടാൻ തുടങ്ങി. ഏകദേശം ഒരു 20-25 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ അതിനൊരു പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു രീതിയിലുള്ള ഒരു പന്തലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അത് മതി, കാരണം 3-4 ചോടേ ഉള്ളൂ. അത് മതി, നമ്മുടെ വീട്ടാവശ്യമുള്ളത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പാവൽ കയറി വരാൻ തുടങ്ങിയുള്ളൂ. ഇവിടെ നല്ല വിളവുണ്ടാകുന്ന സ്ഥലമാണ്. ഇടുക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൃഷിപ്പണിക്ക് നല്ല സ്ഥലമാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല എന്നൊരു കുഴപ്പമുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കറി ഇന്ന് വിളവെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുള്ളുള്ള പാവയ്ക്ക ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഒന്നല്ല, കുറേ ചെറുതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരെണ്ണം നമുക്ക് പറിക്കാം. ഇപ്പോൾ ആവശ്യത്തിന് പയറും കുറച്ച് ചീരയും കുറച്ച് സാമ്പാർ ചീര, അതായത് ഈ ചീരയ്ക്ക് വേറെ ചില പേരൊക്കെ ചില നാട്ടിൽ പറയുന്നുണ്ട്. നമ്മളിവിടെ സാമ്പാർ ചീര എന്നാണ് പറയുന്നത്. പിന്നെ പച്ചച്ചീര, എല്ലാം കൂടെ നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ നമുക്കൊരു കുറച്ച് മുരിങ്ങാക്ക വേണം. മുരിങ്ങയിൽ കായൊക്കെ ആയിട്ടുണ്ട്. അത് നമുക്ക് പറിക്കാനായിട്ട് അങ്ങ് പോകാം. ഈ പ്രാവശ്യം മുരിങ്ങ വളരെ കുറച്ചേ കായ്ച്ചിട്ടുള്ളൂ. എല്ലായിടത്തും ഇത് തന്നെയാണ് സ്ഥിതി കേട്ടോ. അപ്പം നമുക്ക് ഈ പ്രാവശ്യം വളരെ കുറച്ചേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് കായ്ച്ച് ഇതിൻ്റെ ഒരു കമ്പ് ഒടിഞ്ഞു ചാടിയതാണ്. പക്ഷേ ഈ പ്രാവശ്യം അതില്ല. അപ്പോൾ ഈ പ്രാവശ്യം മുരിങ്ങക്കായും ചക്കക്കുരു മാങ്ങയൊക്കെ കറി വെച്ച് കൂട്ടിയ ഒരു അഭിപ്രായം പറയണം. ഞാൻ ഈ വർഷം ആദ്യമായി കഴിക്കാൻ പോവുകയാണ്. അപ്പം നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്ത് ഭാര്യയുടെ ഒരു കൈപ്പുണ്യത്തോടു കൂടി ഇത് കറി വെച്ച് തരും. അപ്പോൾ കഴിക്കാൻ നല്ല സ്വാദാണ്. ചക്കക്കുരുവിൻ്റെയും മാങ്ങയുടെ ഒരു കുറവുണ്ട്. എൻ്റെ നാട്ടിൽ ചക്ക ആയിട്ടില്ല. അപ്പോൾ വീണ്ടും നമുക്ക് ഒരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ഗുഡ് ബൈ.